വയനാട്ടിൽ ഇന്ന് മുഴുവൻ മൃതദേഹവും സംസ്കരിക്കുമെന്ന് മന്ത്രി കെ രാജൻ 24-നോട്. ഇന്ന് ഉച്ചവരെ മൃതദേഹം കാണാൻ ബന്ധുക്കൾക്ക് അവസരം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി പുത്തുമലയിൽ നിന്ന് സജോ ദേവസ്യ ചേരുന്നു. സജോ, ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണി വരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് ഈ മൃതദേഹം തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ ആരായാം. അതിനുശേഷം നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഇന്ന് തന്നെ ബാക്കിയുള്ള എല്ലാവരുടെയും സംസ്കാരം എന്നതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആ രൂപത്തിലാണോ ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്? വേണു, ഇനിയിപ്പോൾ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങൾ സംസ്കാരത്തിലേക്ക് കടക്കുകയാണ് സർക്കാർ തീരുമാനം. അതിന് തദ്ദേശ സ്ഥാപനത്തിനാണ്, അതായത് മേപ്പാടി പഞ്ചായത്തിനാണ് യഥാർത്ഥത്തിൽ അതിൻ്റെയും ചുമതല. ഞാൻ നിൽക്കുന്നത് പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റെടുത്ത 64 സെൻറ്റ് ഭൂമിയാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം 8 പേരുടെ മൃതദേഹം സംസ്കരിച്ചത്. നമുക്കിവിടെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. ഈ യഥാർത്ഥത്തിൽ തിരിച്ചറിയപ്പെടാതെ പോയവരാണ്, മേൽവിലാസം ഇല്ലാതെ പോയവരാണ്. അവർക്കൊരു നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പർ ഇവിടെ കല്ലുകൾ സ്ഥാപിച്ച നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറാണ് ഇപ്പോഴത്തെ മേൽവിലാസം. പരമാവധി മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും സംസ്കരിക്കുക എന്നത് തന്നെയാണ് തീരുമാനം. നമ്മളോടൊപ്പം മേപ്പാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ കൂടി ചേരുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാണ്. ഇന്നിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു തീരുമാനം? എത്ര മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയും? എത്ര? ഇപ്പോൾ 39 കുഴിമാടങ്ങൾ നേരത്തെ എടുത്തിരുന്നു. എങ്ങനെയാണ് ഒരു നിർദ്ദേശവും? ഇന്നലെ നമുക്കിവിടെ 8 മൃതശരീരങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി സാധിച്ചു. ഇന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് 30 ഭൗതിക ശരീരവും അതിൻ്റെ കൂടെ 154 ശരീരഭാഗങ്ങൾ കൂടി ഇന്ന് സംസ്കരിക്കും. 30 മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങൾ കൂടി സംസ്കരിക്കും. അതിൻ്റെ ക്രമീകരണങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. കുറച്ചുകൂടി നേരത്തെ ആക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കാലാവസ്ഥ മോശമായി സമയത്തോടുകൂടി ആരംഭിക്കുന്നത് 4 മണിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എത്ര നേരത്തെ കിട്ടിയാലും നമ്മളിവിടെ തയ്യാറാണ്. അതിനുവേണ്ടി എല്ലാ ക്രമീകരണം റെഡിയാണ്. കുഴിമാടങ്ങൾ ഇവിടെ ക്രമീകരിക്കും. ബാക്കിയുള്ളത് അവിടെ ചെയ്തു വരുന്നത് പെട്ടെന്ന് 2 മണിക്കൂർ കൊണ്ടതാവും. ഇപ്പം 30ഓളം മൃതശരീരങ്ങൾക്കുള്ള കുഴികളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഈ സമയം കഴിഞ്ഞ ദിവസം കുറേ താമസിച്ചിരുന്നു. അതിന് മുൻ, അതായത് ഇപ്പോൾ മന്ത്രി നേരത്തെ നമ്മളോട് പറഞ്ഞത് ഉച്ചവരെ തിരിച്ചറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒരു ഉച്ചവരെ ഒരു സമയം കൊടുക്കുക, അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക. അപ്പോൾ ഒരു 100ഓളം കുഴിമാടെങ്കിലെങ്കിലും തയ്യാറാക്കേണ്ടി വരില്ലേ? അതായത് 100ഓളം കുഴിമാടങ്ങൾ, 153 ശരീരഭാഗങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുഴിമാടങ്ങൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ ഫുള്ളായിട്ടുള്ള ശരീരഭാഗങ്ങൾ, ബോഡികൾ മറവ് ചെയ്യാനുള്ള 30 കുഴികളാണ്. അത് ഫുള്ളായിട്ട് ഇവിടെ ക്രമീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ശരീരഭാഗങ്ങൾ പിന്നെ മറവ് ചെയ്യാനുള്ള കുഴികൾ ക്രമീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ 30ഓളം ശരീരങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നാൽ അത് മറവ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. അവർക്ക് പിന്നെ ഈ സർവമത പ്രാർത്ഥനയോട് കൂടിയിട്ട് അവർ ഈ നാട് യാത്രയാക്കുന്ന അതേ പിന്നെ രീതിയിൽ തന്നെ അവർക്ക് യാത്രയപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഈ 30 മൃതദേഹങ്ങൾ പെട്ടെന്ന് വന്ന് സംസ്കരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ജനപ്രതിനിധികളായ ശ്രീ രാജുവും നാസറുമാണ് ചേർന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ കുഴിമാടങ്ങൾ കൂടുതൽ തയ്യാറാക്കുന്നുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 30 പൂർണ്ണ മൃതദേഹങ്ങളും ഒപ്പം 154 ശരീരഭാഗങ്ങളും എന്ന നിലയ്ക്കാണ്. അപ്പോൾ അങ്ങോട്ട് താഴേക്ക് സ്ഥലമുണ്ട്, അത് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവിടെ ക്രമീകരിക്കുന്നുണ്ട്. നമ്മൾക്ക് മുൻ അനുഭവമില്ലാത്ത വേദനാജനകമായൊരു സാഹചര്യമാണ്. കുഴിമാടങ്ങൾ എടുത്ത് സഹോദരങ്ങളെ സംസ്കരിക്കേണ്ടി വരിക എന്ന വേദനാജനകമായ സാഹചര്യമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും ഇനിയിപ്പോൾ ഏറ്റവും ബഹുമാനപൂർവ്വം, ആദരപൂർവ്വം, ഏറ്റവും നീതിയുക്തമായി ചെയ്യാൻ കഴിയുന്ന കാര്യം വേഗത്തിൽ തന്നെ പല മൃതദേഹങ്ങളും അത് ഡീകമ്പോസ് അവസ്ഥയിലാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ സംസ്കരിക്കുക എന്നതാണ്. മേൽവിലാസമില്ല, പക്ഷേ അവർക്ക് ഇനിയും ബന്ധുക്കൾക്കൊക്കെ അത് തിരിച്ചറിയാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് ഈ കല്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിവിടെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന അക്കാര്യത്തിൽ കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ പറയുന്നത് എല്ലാ DNA സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം 8 പേരുടെ മൃതദേഹം അടക്കം ചെയ്ത കുഴിമാടങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഈ രൂപത്തിൽ നമ്പറുകൾ രേഖപ്പെടുന്നു. കുഴിമാടത്തിന് നമ്പറുണ്ട്, ഈ കല്ലിലെ നമ്പറുമുണ്ട്. ഇത് DNA പ്രൊഫൈൽ ലൈബ്രറിയിൽ ഈ യുണീക്ക് നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നീട് ഏതെങ്കിലും നിലയ്ക്ക് ബന്ധുക്കളുടെ സാമ്പിളുകളുമായി താരതമ്യം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ആ കുഴിമാടത്തെ സംബന്ധിച്ച് അത് അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ താരതമ്യം സാധ്യമായാൽ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ബന്ധുക്കൾക്കൊക്കെ എത്താൻ കഴിയും. മറ്റൊന്ന് സർവ്വമത പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ദിവസം സമാനമായി വിവിധ മതവിഭാഗങ്ങളുടെ പുരോഹിതർ അവരവരുടേതായ പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. അത് വിവിധ സാമൂഹിക സംഘടനകളും സർവകക്ഷി യോഗത്തിലും ഒക്കെ സമാന അഭിപ്രായം ഉയർന്നിരുന്നു. പുത്തുമലയിൽ നിന്നാണ് സജോ ദേവസ്യ വിവരങ്ങൾ നൽകിയത്.